ഹലോ ഗൈസ്, മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് തൊട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന കേരളത്തിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് 1 and 3 പോസ്റ്റിലേക്കുള്ള പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നു. ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/7/2026 വരെയാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ റെയിൽവേയുടെ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും rrbapply.gov.in എന്ന് പറയുന്ന സൈറ്റിലൂടെയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ടൈം ആയിട്ടാണ് റെയിൽവേയുടെ എക്സാമിനേഷൻ അപേക്ഷിക്കുന്നവർക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ബേസിക് ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫോർമേഷൻ കൊടുക്കാനുള്ള വിൻഡോ ആണ് അത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ആധാർ കാർഡ് നമ്പർ വെച്ച് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇനി ഓൾറെഡി RRB അക്കൗണ്ട് ഉള്ളവർക്ക് ലോഗിൻ വിത്ത് ആധാറോ അല്ലെങ്കിൽ ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡൻഷ്യലോ കൊടുത്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതായത് ജനറൽ ഇൻസ്ട്രക്ഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ ഹിസ്റ്ററി, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ ജനറൽ ഇൻസ്ട്രക്ഷന്റെ അവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഓപ്പൺ ആയിട്ടുള്ള ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലും അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ RRB സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് കേരളത്തിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് തിരുവനന്തപുരം RRB ഓപ്ഷൻ ആയിട്ട് വെക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് അതായത് RRB വിളിച്ചിട്ടുണ്ടോ എന്ന് നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രം ഈ ഒരു RRB ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു വിൻഡോ ആണ് വരുന്നത്. അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള വിൻഡോ ആണ് വരുന്നത്. സോ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തപ്പോൾ കുറെ ആപ്ലിക്കൻസ് ചോദിച്ച കാര്യമാണ് എക്സാമിനേഷൻ മലയാളത്തിലും കാണുമോ എന്നുള്ളത്. സോ നമുക്ക് എക്സാമിനേഷൻ ലാംഗ്വേജിന്റെ ചോയ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് മലയാളത്തിലും എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വിൻഡോ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അതർ ഡീറ്റെയിൽസ് അതായത് കാറ്റഗറി വൈസ് ഉള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഫോർ റീഫണ്ട് ഓഫ് ഫീയും കൊടുക്കേണ്ടതാണ്. സോ മെയിൻലി ഈ ഒരു ഓപ്ഷൻ കൊടുക്കേണ്ടത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് ഫസ്റ്റ് സെലക്ഷൻ പ്രോസസ് ആയിട്ടുള്ള CBT ടെസ്റ്റ് അറ്റൻഡ് ചെയ്തവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും. ഇതിനു വേണ്ട ഡീറ്റെയിൽസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഒരു വിൻഡോ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെ ക്വാളിഫിക്കേഷന്റെ അവിടെ NIC, ITI, SSLC, 10th + +2 ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ 10th ക്ലാസ് ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ഡേറ്റ് ഓഫ് പാസിംഗ്, റോൾ നമ്പർ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്, സീരിയൽ നമ്പർ പോലുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ സിഗ്നേച്ചറും ലൈവ് ആയിട്ട് എടുക്കുന്ന ഫോട്ടോയും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. സോ അതിനുശേഷം നമുക്ക് പ്രിഫറൻസ് വെക്കാൻ സാധിക്കുന്നതാണ്. അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 3ലേക്ക് വേരിയസ് പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. സോ നമുക്ക് താല്പര്യമുള്ള പോസ്റ്റുകൾ ഫസ്റ്റും അതുപോലെ തന്നെ താല്പര്യം കുറവുള്ള പോസ്റ്റുകൾ ഏറ്റവും ലാസ്റ്റുമായിട്ട് വെച്ച് പ്രിഫറൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷമാണ് പേയ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ആപ്ലിക്കേഷൻ ഫീസും ഓൺലൈൻ ആയിട്ട് പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തതായിട്ടുള്ള ഇമെയിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നതായിരിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.